ഹായ്, ഇന്നും രണ്ട് മൂവിയുടെ സജഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ സസ്പെൻസും ത്രില്ലറും ഇതൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഒന്നാമത്തെ മൂവി ലെവൽ 16. മൂവി ഇച്ചിരി ഡാർക്കാണ്. രണ്ടാമത്തെ മൂവി ദ ആർട്ട് ഓഫ് ടെല്ലിങ് ലൈസ്, നുണ പറയാനുള്ള കഴിവ് എന്ന് പറയും സിനിമയുടെ. ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു സ്റ്റോറിയും. ഓക്കെ, ഇനി രണ്ട് മൂവിയെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ലെവൽ 16. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഒന്നും ആലോചിക്കേണ്ട, പോയി ഞാൻ കാണുക. ഷോക്കിംഗ് ആണ്. അവസാന ഭാഗം നല്ല രീതിയിൽ ഷോക്കിംഗ് ആണ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യില്ല. മനുഷ്യർ ഈ കാശിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും, എത്ര ക്രൂരന്മാരാവും എന്ന് ഈ സിനിമയുടെ അവസാനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബേസിക്കലി സിനിമയെക്കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ കുറേ പെൺകുട്ടികൾ അവരിങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല ഫുഡ്, നല്ല ജീവിത സൗകര്യങ്ങൾ, നല്ല വസ്ത്രം, എല്ലാം കൊണ്ടും നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം അവരോട് പറയുന്നുള്ളൂ, എപ്പോഴും നിങ്ങൾ നല്ല വൃത്തിയായിരിക്കുക. നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ മുഖം, ഇതെല്ലാം എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ അവരോട് വേറൊരു കാര്യം കൂടെ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ തരുന്ന മരുന്ന് നന്നായിട്ട് കഴിക്കണം, നിങ്ങൾക്ക് യാതൊരു അസുഖവും വരാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ നല്ല രീതിയിലാണ് നോക്കുന്നത്. പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവർക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും ഇവർ ഓരോ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും, ഓരോ ഫ്ലോറിലേക്ക്. 10ാമത്തെ വയസ്സിൽ ലെവൽ 10, 11 വയസ്സാകുമ്പോൾ 11ാമത്തെ വയസ്സാകുമ്പോൾ ലെവൽ 11, അങ്ങനെ ഓരോന്ന് കൊണ്ടുപോയി അവസാനം ലെവൽ 16 വരെ അവരെ കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കുറേ ആൾക്കാർ വരും. പിന്നീട് ഈ പെൺകുട്ടികൾക്ക് നല്ല ലൈഫായിരിക്കും എന്നൊക്കെയാണ് അവിടെയുള്ളവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയൊരു നുണയുണ്ടായിരുന്നു, വളരെ ബ്രൂട്ടലായിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ടോട്ടലായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട, നേരിട്ട് പോയാൽ കണ്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ടെല്ലിങ് ലൈസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നുണ പറയാനുള്ള കഴിവ്. ഒരു കൂട്ടം ആൾക്കാർ കുറേ നുണ പറഞ്ഞിങ്ങനെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാണ്. അപ്പോൾ ബേസിക്കലി ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത ഒരു 4 പേര്, ഈ 4 പേരെ ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരാൾ അയാളുടെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തിനാണ് അങ്ങോട്ടേക്ക് വിളിച്ചത്, എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, ഇതൊന്നും ഇവർക്ക് 4 പേർക്കും അറിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് ഇവർക്ക് 4 പേർക്ക് ഒരു കാര്യം മനസ്സിലായി, 4 പേര് നല്ല രീതിയിൽ പെട്ട് കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഇവർക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്, അത് ചെയ്തു തീർക്കാൻ പറയണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ വലിയ വിഷയങ്ങളുണ്ടാകും. കാരണം ഈ 4 പേർക്കും വലിയൊരു 4 രഹസ്യങ്ങളുണ്ടായിരുന്നു, മറ്റാരും അറിയാതെ മറച്ചു വെച്ച 4 രഹസ്യങ്ങൾ. ആ കാര്യം ഇവരിങ്ങോട്ടേക്ക് വിളിച്ച ആൾക്കറിയാം. ഓക്കെ, പിന്നീട് അത് വെച്ചാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത്. എന്താണ് ആ 4 നുണകൾ, എന്തിനാണ് ഈ 4 പേരെ അങ്ങോട്ടേക്ക് ഇയാൾ വിളിച്ചു വരുത്തിയത്? സോ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ പറ്റുവാണെങ്കിൽ സിനിമ പോയിട്ട് കാണുക. ഇനിയിപ്പോൾ സിനിമ കാണാൻ സമയമില്ലെങ്കിൽ ഈ 2 സിനിമയുടെ എക്സ്പ്ലനേഷനും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അതായത് ലെവൽ 16ൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്, ദ ആർട്ട് ഓഫ് ടെല്ലിങ് ലൈസ് അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എപ്പോഴും പറയുന്നത് പോലെ മൂവി സജഷൻ ഈ ചാനലിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മെയിൻ ടാർഗറ്റ് മറ്റ് ചില കണ്ടൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ കണ്ടൻറ്റ് വന്നാൽ പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നാളെ വേറൊരു മൂവി സജഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.